ഹലോ, ഗുഡ് മോർണിംഗ് ബിന്ദു. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ്. ഇവിടെ നമ്മൾ വീട് കൂടിയത് എത്രയാമേ? ഏപ്രിൽ വരുമ്പോൾ 2 കൊല്ലം. ഈ 2 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ ഒറ്റ പ്രാവശ്യം ഇവിടെ വന്ന് നിന്നത്. ഇന്നിപ്പോൾ ഗിരീഷേട്ടൻ ആദ്യം ഇരിക്കുന്നല്ലേ. ഗിരീഷേട്ടനും ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് ആദ്യമായിട്ട് ഇരിക്കുന്നത്. അത് ഗതികളോട് അല്ല, ഇപ്പം ഞങ്ങൾക്ക് കയറി കിടക്കാൻ നിലവിലൊരു വീടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവരെ വീടിനെ ആശ്രയിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്നതായിരിക്കും. ഇവളിവിടെ നിന്നോന്നൊക്കെ പറയുന്നുണ്ട്, എന്നർത്ഥത്തിലാണെന്ന് അറിയിട്ടില്ല. അയ്യോ, ഞാൻ അയച്ചു നിങ്ങൾ പോയിന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞ അവരൊന്നും ഇല്ല, സൗണ്ടൊന്നും കേൾക്കുന്നില്ല. ഞാനിടോ അച്ഛൻ ഈ വീഡിയോ ഇടണ്ടെന്ന് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ഏതോ ഒരു വീഡിയോയിൽ ഇത് ഇട്ടിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. അച്ഛനെന്നല്ല, അച്ഛമ്മ 3 മക്കളെ, 3 ആൺമക്കളാണ്. അതായത് എൻ്റെ അച്ഛനും ഒരു ഏട്ടനും അനിയനും ഉണ്ട്. അവരെല്ലാവരെയും അത്യാവശ്യം വീട്ടുജോലികളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അടിച്ചു വാരൽ മാത്രമല്ല, അച്ഛൻ ഫുഡ് ഉണ്ടാക്കും, എല്ലാം ആക്കും. പക്ഷേ എപ്പോഴും ആക്കൂല കേട്ടോ. 2 ആളും ഒരുമിച്ച് പണിക്ക് പോകുന്നതുകൊണ്ട് തന്നെ അച്ഛന് എപ്പോഴും ഫുഡ് ആക്കാനൊന്നും പറ്റണമെന്നില്ല. എന്നാലും അച്ഛൻ സമയം കിട്ടുമ്പോൾ ചില സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ആക്കാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അമ്മക്കുള്ളിലെ പണിയുള്ളത് കൊണ്ടാണ് ഇന്ന് അമ്മ അടിച്ചു വരാൻ വരാഞ്ഞത്. അല്ലെങ്കിൽ അമ്മയായിരിക്കും അടിച്ചു വരുന്നത്. അമ്മയും അച്ഛനും ആരെങ്കിലും ഒരാൾ മാറി മാറി അടിക്കും. അത് അവരവരെ സൗകര്യം പോലെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ 2 പേരും എൻ്റെ അച്ഛന് ടാപ്പിംഗ് ആണ്. അപ്പോൾ രാവിലെ 1 മണിയാകുമ്പോൾ 2 ആളും പോകുന്നതാണ്. ആ തോട്ടത്തിലേക്ക് 1 മണിക്ക് പോയാൽ പിന്നെ വരുന്നത് ഒരു 10 മണിയൊക്കെ ആവും വരുമ്പോൾ. അതുവരെ കഷ്ടപ്പാടാണ്. നമുക്ക് ഉറക്കമില്ലാണ്ട് പാതി ഉറക്കത്തിൽ പോകുന്നതാണ് കേട്ടോ. അത് ഞങ്ങളുടെ ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ് കേട്ടോ ഈ കഷ്ടപ്പാട്. അപ്പോൾ ഇപ്പോൾ അമ്മയും കൂടെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ 2 പേരും കൂടെ രാവിലെ പോയാൽ ഇനി 10 മണിയാവും തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് ഇവർ പോയിട്ടില്ല. ഇന്ന് 2 പേര് പോയിട്ടില്ല. ഇന്നലത്തെ പണിയുടെ ക്ഷീണം കൂടെ കൊണ്ട് ഇന്ന് പോയിട്ടില്ല. ഇന്ന് ലീവ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവരിവിടെ ഉള്ളപ്പോൾ നല്ല രസമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചിലപ്പോൾ ഇവർ പണിക്ക് പോകുമ്പോൾ രാവിലെ എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങുക കേട്ടോ. ഇന്ന് അമ്പൂന് സ്കൂളിൽ പോകണം. അപ്പം ബുക്കൊക്കെ ഞാൻ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, യൂണിഫോമും. അപ്പോൾ അതൊക്കെ അടുക്കി പെറുക്കിയൊന്ന് വെച്ചിട്ട് നേരെ സ്കൂളിലേക്ക് വിടണം. അപ്പോൾ അച്ഛൻ സ്കൂളിൽ കൊണ്ടാക്കും. ഇന്ന് അച്ഛന് പണിയില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കൊണ്ടാക്കേണ്ടി വന്നേനെ. ഈശോയുടെ രാവിലെ പോവുമല്ലോ. അപ്പോൾ അച്ഛൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. നമുക്ക് എന്താ പറയണ്ടേ, നമുക്ക് വീട് മാറുമ്പോഴുള്ളൊരു വിഷമം അന്നേരം ഒന്നും മനസ്സിലാവില്ല. നമുക്ക് അതില്ല, കയ്യിലില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആരോ ഇല്ലാത്ത പോലെയൊക്കെ തോന്നും കേട്ടോ. ഒന്നും തിരിയുന്നില്ല, ഒരു തലയ്ക്ക് വട്ടു പിടിച്ചൊരവസ്ഥയായിരിക്കും. കാരണം ഒന്നും വെച്ചത് ശരിയാവില്ല, നേരെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഇനി എല്ലാം ഒന്ന് ശരിയായി വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്ര കൊല്ലം ഉണ്ടായ വീട് വിറ്റിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ഇത്രമാത്രം ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇപ്പം എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം മനസ്സിലായി. അപ്പോൾ ഉള്ള വീട് ആരും വിൽക്കാതിരിക്കുന്ന കേട്ടോ നല്ലത്. അമ്മയും അച്ഛനും പറഞ്ഞു കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ അവിടെ ഇപ്പോൾ വാടകയ്ക്ക് എടുത്തിട്ടുള്ള വീട് റോഡിനോട് മുട്ടിയിട്ടാണ്. അപ്പോൾ കുഞ്ഞൊരു മിനിറ്റ് പോലും നമ്മളെ വീട്ടിൽ നിൽക്കില്ല. അപ്പോൾ ഈ പെട്ടെന്ന് പോകുമ്പം വണ്ടിയൊക്കെ അടുപ്പിച്ച് വരുന്ന റോഡാണ്. അപ്പോൾ നമുക്ക് അവിടെ നിൽക്കാനൊരു പേടിയുണ്ട്. എനിക്ക് നിൽക്കാനൊരു പേടിയുണ്ട്. ഞാനാണല്ലോ പകലധികം ഉണ്ടാവുന്നത്. അപ്പോൾ അമ്മയും അച്ഛനും പറയുന്നത് പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാം, തൽക്കാലം സാധനമൊക്കെ വെക്കാൻ വീടായല്ലോ, അത് മതി, നിൽക്കുന്ന ഇവിടെ തന്നെ നിൽക്കുക, കാരണം കുഞ്ഞിൻ്റെ കാര്യമായതുകൊണ്ട് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഗിരീഷേട്ടൻ അങ്ങനെ നിൽക്കാത്തതുകൊണ്ട് എനിക്ക് പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് തന്നെ പോകണം. ഇവിടെ ഉണ്ട് കൂടാ മഴ പെയ്യുമ്പോൾ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ കഞ്ഞിമൂലൊക്കെ എന്ത് കൂട്ടിയിട്ടൂടാ. അമ്മേ, ഈ കറ്റാർവാഴ കഷ്ണം എനിക്ക് തരണേ കേട്ടോ. അതേ പിടിച്ചിട്ടു, ഞാൻ വീട്ടിൽ കൊണ്ടുപോയൊന്നും പിടിച്ചിട്ടാ.
രണ്ടെണ്ണം കൊണ്ട് വെച്ചു, അതൊന്നും പിടിച്ചില്ല. മണ്ണും തോന്നുന്നു നല്ലത്, അത് വീട്ടിൽ പിടിച്ചില്ല. ഇതെൻ്റെ പുന്നാരനിയെ നട്ടിട്ട് പോയ 2 കാന്താരി ചെടി കേട്ടോ. അതിനകത്ത് നിറച്ച് കാന്താരി പിടിക്കുന്നുണ്ട് എന്തുകൊണ്ടോ. അപ്പോൾ ഇനി എനിക്ക് തുണി അലക്കണം, പല്ല് വെച്ചിട്ട് ഇനി തുണി അലക്കണം. തുണി അലക്കിയിട്ട് എന്താ വെച്ചാൽ കുറേ തുണിയുണ്ട്. അപ്പോൾ അമ്മ ചായ ആക്കുന്ന സമയത്ത് ഞാൻ തുണി അലക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അയ്യോ ഇവിടുന്ന് അലക്കാൻ കഴിയുന്നില്ല എനിക്ക്. എന്താ വെച്ചാൽ നമ്മളെ അടുത്ത കല്ലെല്ലാം കുറച്ച് ഹൈറ്റ് ആക്കിയിട്ട് നമുക്ക് ഇവിടെ അലക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കല്ല് വ്യത്യാസമുള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നെങ്കിലും ഞാനെല്ലാം അലക്കിയെടുത്തു. പക്ഷെ അമ്മയുടെ കല്ലിലുണ്ടല്ലോ, അത് നമ്മുടെ തോട്ടിൽ നിന്ന് എടുത്തിട്ട് വന്ന കല്ലാണ്. അപ്പോൾ ആ കല്ലിൽ വേഗം വെളുക്കും തുണി, കുറേ സമയം ഉരക്കേണ്ട. നമ്മൾ ഈ സിമെൻറ്റിൻ്റെ കല്ലിലാകുമ്പം കുറച്ച് ബ്രഷൊക്കെ വെച്ച് ഉരച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ ഈ വീട് മാറ്റം എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ലാന്ന് ഇപ്പം എനിക്ക് നല്ലോണം മനസ്സിലായി. എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ഈസി ആയിരിക്കുന്നായിരുന്നു. പക്ഷേ ഈസി ഒന്നുമല്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊരു പറിച്ച് നടന്ന പോലെ ആയിപ്പോൾ. അത് വീട് പോയത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ എല്ലാ ദൈനംദിന കാര്യങ്ങൾക്കും ഒരു ചേഞ്ച് വന്നല്ലോ. അപ്പോൾ പിന്നെ അതൊന്ന് റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കും. അതെങ്ങനെ പറഞ്ഞു തരണമെന്നോ എന്താ അങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഈ വീടൊക്കെ മാറിപ്പോയവർക്ക് അറിയായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ തുണിയൊക്കെ അലക്കിയിട്ട് കഴിഞ്ഞു. റെഡി മതി. ഇതാ വലിയത്, എൻ്റെ വലിയത്. അത് നമ്മളെ വീടിൻ്റെ അടുത്ത സാവിത്രിയായിട്ടാണ് കേട്ടോ. ഓർ ഇന്നലെ ഉണ്ണിയപ്പം ചുടാൻ വേണ്ടിയിട്ട് പാത്രം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രം തിരിച്ചു കൊണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ അത് വെളുത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു പഴയ ഓടിൻ്റെ പാത്രം അത് അത്രേ വെളുക്കത്തുള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു അത് സാരമില്ല, ഞാൻ വെളുപ്പിച്ചെടുത്തോളാന്ന് പറഞ്ഞു. അതെന്തോ ഓടിൻ്റെ പാത്രമല്ലേ, ചെറിയ കളർ ചേഞ്ചൊക്കെ വരുമല്ലോ. അച്ഛനിപ്പോൾ വരും, നീ ഇങ്ങോട്ട് അച്ഛൻ പാല് മേടിക്കാൻ പോന്നേ. എവിടെ പോന്നേ? നീ എഴുതാനുള്ളത് എഴുതി വെക്ക്, സ്കൂളിൽ പോണ്ടേ? എന്നാ കുപ്പായാടെ ഉണ്ട് അടുക്കളയില്. അമ്മയുടെ ഈ കറ്റാർവാഴ ഞാൻ മിക്കവാറും വെക്കും. ഹായ് ആക്കാറ മൂടില്ല അണീച്ചയിൽ തന്നെ. അമ്മ കൊടുത്തു കാണുന്നില്ല. എന്നാടി നീ ഉണ്ടാക്കുന്നേ? പറയടി. അമ്മ ഇത് തന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത്, കേൾക്കുന്നവർ വിചാരിക്കും കേൾക്കുന്നത് നമ്മൾ തമ്മിലുള്ള കാര്യം നമ്മൾ അറിഞ്ഞ പോരെ. എല്ലാവരും നിനക്കറിയാം നീ അമ്മയാണെന്ന്, എനിക്കറിയാം ഞാൻ മോളാണ് അല്ലേ. നമ്മൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമാണെന്നും അറിയാം. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ആ ചിന്നുമോള് പറഞ്ഞായിരുന്നു എന്നെ വെണ്ടയ്ക്ക തിളപ്പിക്കുമോ അതിന് വെള്ളത്തിലിട്ട്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ സാമ്പാറാണ്. ഇന്ന് ഗീശാട്ടൻ സ്പെഷ്യൽ സാമ്പാറാണ് ഇവിടെ നിന്ന് കൂട്ടാൻ പോകുന്നത്. നല്ല രുചികരമായ സാമ്പാർ തയ്യാറാക്കുന്നു. നിന്റെ ഭർത്താവ് എവിടെ പോയി? അച്ഛനോട് തോന്നേ. എൻ്റെ ആ ചെക്കനെ കൂട്ടിയാണ് പോയേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അമ്പുവിന് എന്തോ പഠിപ്പിക്കാൻ പറഞ്ഞു കേട്ടോ. ഒരുപാട് ഹോംവർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തു. ഇനി നമ്മുടെ സാമ്പാർ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ബിന്ദു അതിസാഹസികമായി ചായ മറ്റൊരു മഗ്ഗിലേക്ക് മാറ്റുകയാണ് ഗൈസ്. അടിപൊളി. നിൻ്റെ ഏലക്കിട്ട ചായയാണോ? എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് നീ 2 ദിവസം ഏലക്കൊക്കെ ഇടാതിരിക്കുന്നു. അടുത്ത ആഴ്ച നീ ഏലക്കിട്ട് ഭണ്ടാരടങ്ങും. അമ്മ ദോശ എടുത്തേ. അയ്യോ ഇതന്നെടി.
ഇത്ര നല്ല ദോശക്കാരിയായാലും നീ ഇങ്ങനത്തെ ദോശയാണ് ഉണ്ടാക്കുക. അപ്പം നീ ഞാൻ നേരത്തെ തിരക്ക് കൊണ്ട് അവളുടെ ദോശ അതേ മാവിൽ തന്നെ മുങ്ങിത്തപ്പി കളിക്കുകയായിരുന്നു. പരത്തി ചുടുന്ന ദോശയാണ്. ആയി തിരിച്ചിടുകയല്ലേ പുതിയ മോഡലാ. ഗീശയുടെ ചായ കുടിക്കലായി. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. മധുരം ഉണ്ടാക്കിയേ. വീഡിയോ എടുക്കുന്നതുകൊണ്ട് അച്ഛൻ മെല്ലെ ചായയും കുടിച്ച് പുറത്തേക്ക് പോയി കേട്ടോ. രാവിലെയുള്ള ഈ ചായ കുടി എനിക്ക് പതിവില്ലെങ്കിലും ഇന്ന് ഞാൻ ഈ ചായയൊക്കെ ഇവിടുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു ബെഡ് കോഫിയൊക്കെ കുടിച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ കല്യാണം കഴിയുന്നതിന് മുമ്പ് വീട്ടിൽ രാവിലെ എപ്പോഴും ഒരു ചായ ഉണ്ടാവും കേട്ടോ. അച്ഛൻ രാവിലെ 2 മണിക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ എണീറ്റിരിക്കും. ആ സമയത്ത് അമ്മ ദോശ ഇടുന്നുണ്ടെങ്കിൽ അപ്പോഴും ദോശ തിന്നും. പിന്നെ രാവിലെ എണീറ്റിട്ടും ദോശ തിന്നും. അതൊക്കെ ഒരു കാലമാണ് കേട്ടോ. അത് പറയാൻ വയ്യ, അത്ര നല്ല രസമുള്ളൊരു സമയമാണ് കേട്ടോ. ഞങ്ങൾ 4 ആളെന്ന് പറഞ്ഞാൽ, അതായത് അപ്പു കുറച്ച് സംസാരം കുറവാണ്, പക്ഷെ ഞങ്ങൾ 3 പേരും നല്ല ഫ്രണ്ട്സിനെ പോലെ തന്നെ കേട്ടോ. ഞങ്ങൾക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയണം. ഇതുവരെ, അതായത് ഞാൻ കോളേജിൽ പോകുന്ന കാലം മുതൽ, കോളേജിൽ പോകുന്നത് മുതൽ വരുന്നത് വരെയുള്ള കാര്യങ്ങൾ, അതായത് സ്കൂൾ കാലം തൊട്ട് കോളേജ് കാലം മുതൽ ഞാൻ എല്ലാം വന്നിട്ട് പറയും. നമ്മളെല്ലാവരും ചായ വെച്ച് ഒരുമിച്ചിരുന്ന് എല്ലാ കഥയും പറഞ്ഞിട്ട് സമാധാനമാവുള്ളൂ. അന്ന് നടന്ന എല്ലാ വിഷയവും പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് സമാധാനമാവുള്ളൂ. അത് കഴിഞ്ഞ് കുഞ്ഞിക്കും പിന്നെ അമ്പുവിനും അച്ഛനും ചായ കൊടുത്തു. കാരണം എന്താ വെച്ചാൽ അമ്മൂന് സ്കൂളിൽ പോകേണ്ട സമയമാവാനായി. ചിറ്റപ്പനും അച്ഛനും എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. ഞാൻ ആ സമയത്ത് ഇരുന്നാൽ എന്നെയും കൂടെ എനിക്ക് നേരെ കുടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആ കൂടെ ഇരിക്കാതിരുന്നത്. അപ്പോഴത്തേക്ക് ഏട്ടനെ ഇനിയും വായിൽ വെച്ച് കൊടുക്കുന്നൊന്നും പറയണ്ട, ഭയങ്കര സ്നേഹം തന്നെ ഇന്ന്. കഴിക്കണം ചുറ്റുമോനെ, കുഞ്ഞായിട്ട് തരുന്നത് സൂപ്പറാണോ? വേണ്ടേലു അയ്യോ. പിന്നെ ഞാൻ ചായ കുടിച്ചു കേട്ടോ. എനിക്ക് ചായ കുടിക്കാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. എന്തെന്നറിയില്ല, എനിക്ക് ദോശയ്ക്കൊന്നും ഒരു ടേസ്റ്റും തോന്നിയില്ല. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ചായ കുടിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ അമ്പൂനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയി. പിന്നെ അപ്പോഴത്തേക്ക് കൊണ്ടുപോയിട്ടിട്ട് തിരിച്ച് വരുമ്പോൾ ചിക്കൻ കൊണ്ടുവന്നു. അങ്ങനെ ചിക്കൻ കറി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുള്ളിയില്ലേ, ചെറിയ ഉള്ളി, അതിനെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ അടുക്കളയിൽ ഓരോ കഥയും പറഞ്ഞുകൊണ്ട് ക്ലീൻ ആക്കും കേട്ടോ നീരുള്ളി. അത് നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പോകുമ്പോഴത്തേക്ക് അവിടെ ലൈറ്റൊക്കെ അഴിച്ചെടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശൂന്യമായ നമ്മുടെ വീട് കാണുമ്പോൾ എന്തോ ഒരു സങ്കടം, എന്താ പറയണ്ടേ, അത് പറഞ്ഞാലറിയില്ല. ഇതായിരുന്നു ഞങ്ങൾ താമസിച്ച ഞങ്ങളുടെ വീട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകിച്ചൊരു ഹോം ടൂറൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം എൻ്റെ എല്ലാ വീഡിയോയിലും ഈ വീട് ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വീടിന് 2 റൂമും ഒരു കിച്ചണും ഒരു 3 ബാത്റൂമും, 2 റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും, ഒരു കോമൺ ബാത്റൂമും, പൂജാമുറി, ഒരു മെയിൻ ഹാള്, ഒരു സിറ്റ് ഔട്ട്, ഒരു വർക്ക് ഏരിയ, കുഞ്ഞു വർക്ക് ഏരിയ, ഇതൊക്കെയായിരുന്നു. അപ്പം നമ്മൾ വാടകയ്ക്ക് എടുത്ത വീട്ടിൽ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ഓർഡറാക്കി വെക്കണം. അപ്പോൾ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് പറ്റൂല, കുറേ ദിവസങ്ങൾ എടുത്തിട്ടേ എന്നെക്കൊണ്ട് പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് ഇടയ്ക്ക് വന്നിട്ട് ചെയ്തെങ്കിലേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനും അമ്മയ്ക്കും തീരെ വരാൻ സമയമില്ല, കാരണം ഈ കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ഓടാൻ വയ്യ. ഫാനൊക്കെ അഴിച്ച് വെച്ചത് ക്ലീൻ ആക്കിയിട്ട് പൊടിയൊക്കെ തട്ടി വെക്കാനുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഗിരീഷേട്ടൻ എനിക്ക് ജ്യൂസ് കൊണ്ടു തന്നു. ആ ജ്യൂസും കുടിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള പരിപാടി എടുക്കുകയാണ്.
ദാഹിച്ചിട്ട് പൊരിഞ്ഞു കേട്ടോ. ഒന്നാമത് ഇവിടെ വെള്ളം കിണറ്റിൽ നിന്ന് എടുത്തിട്ട് കയറണം തോന്നുന്നു. ഈ വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ എടുത്തില്ല അത്. പിന്നെ അത് ചോദിച്ചിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ജ്യൂസ് കുടിച്ചിട്ടാകുമ്പോൾ എനിക്കൊരു സമാധാനം. ഞാൻ രാവിലെ വന്നതാണ്. പിന്നെ ഒന്നാമത് ഈ ഭക്ഷണമൊന്നും ശരിയാവുന്നില്ല, അതെല്ലാം ഒന്ന് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വെള്ളം കുടിച്ചതിൽ നിന്ന് വയറ് നിറച്ചേക്കുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശരിയായി വരുമായിരിക്കും കേട്ടോ. പിന്നെ പണി തന്നെ, എന്നാലും സാരമില്ല. അങ്ങനെ ഓരോന്നും എടുത്തു വെച്ചു. പിന്നെ നമ്മൾ തന്നെ നമ്മളെ മൈൻഡിനെ ഒന്ന് സെറ്റാക്കണമല്ലോ. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഞാൻ വീട്ടിൽ പോയി. അപ്പം അമ്മ കച്ചമ്പറാക്കി, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഇന്നലത്തെ മോര് കറീൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറുണ്ടു. അപ്പോൾ അമ്പ് വരുമ്പോഴത്തേക്ക് അവൻ ദോശയും ചുട്ട് വെച്ചിട്ട് ഞാൻ പിന്നെയും തിരിച്ച് വന്നു കേട്ടോ ഇങ്ങോട്ടേക്ക് തന്നെ. പിന്നെ എല്ലാവരും ചില്ലറ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. മദീനയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് പോയിട്ട് പിള്ളേർക്കൊന്നും മേണിച്ചിട്ടുണ്ടായില്ല, അപ്പോൾ മേണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ. ഭയങ്കര ക്ഷീണമാണ്, പോയ അവിടെ പോയി കിടന്നുറങ്ങണം. ടാറ്റ.